ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡൊമൈൻ ഓഫ് ഫിസിക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസം ഉടനെ തന്നെ എക്സാം കാണും. ഓക്കെ, നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ അനൗൺസ്ഡ് ആയി തുടങ്ങി. അപ്പോൾ അതിന് എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യത കൂടിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ടോപ്പിക്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു റിവിഷൻ ക്ലാസ് ആണ്, നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയിരിക്കാം. അപ്പോ കൂടുതൽ ഡെറിവേഷൻ പാർട്സ് ആണ്, ഒരുപാട് ഡെറിവേഷൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം ഒരു പേനയും പേപ്പറും കൂടെ അല്ലെങ്കിൽ ഒരു പേനയും ബുക്കും കൂടെ കയ്യിൽ വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ എഴുതി തന്നെ പഠിച്ചു പോകാൻ പറ്റും. ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഒന്നാമതായിട്ട് ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം കെപ്ലേസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കെപ്ലേസ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. കെപ്ലേസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ, അതായത് കെപ്ലറിന്റെ പ്ലാനറ്ററി മോഷൻ, അതായത് പ്ലാനറ്റ്സിന്റെ മോഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ലോസ്, അതിനെയാണ് കെപ്ലേസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3 ലോയാണ് കെപ്ലേസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷനകത്ത് വരുന്നത്. ഒന്നാമത്തേനെ നമ്മൾ ഫസ്റ്റ് ലോ അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ലോ ഓഫ് ഓർബിറ്റ് എന്ന് വിളിക്കും. ലോ ഓഫ് ഓർബിറ്റ്. ഓക്കെ ആണല്ലോ ഒന്നാമത്തത്. രണ്ടാമത്തത് സെക്കൻഡ് ലോ അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഏരിയ. ലോ ഓഫ് ഏരിയ. മൂന്നാമത്തതാണ് തേർഡ് ലോ. കെപ്ലേസ് തേർഡ് ലോ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ലോ ഓഫ് പീരീഡ് എന്ന് പറയും. ലോ ഓഫ് പീരീഡ്. അപ്പൊ ഇങ്ങനെ 3 ലോ ആണുള്ളത്. കെപ്ലേസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന് പറയുന്നത് ഈ 3 ലോയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ്. ചിലപ്പോൾ എക്സാമിന് കെപ്ലേസ് ഫസ്റ്റ് ലോ എന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ലോ ഓഫ് ഓർബിറ്റ് എന്നായിരിക്കും ചോദിക്കുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം സ്റ്റേറ്റ് ചെയ്യാൻ സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ലോ ഓഫ് ഏരിയയുടെ പ്രൂഫും ഉണ്ട്. ലോ ഓഫ് ഏരിയ എന്ന് പറയുന്ന ഏരിയ ലോ പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അത് നമ്മൾ തൽക്കാലം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല, കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങനെ റിപ്പീറ്റ് ആയിരുന്ന ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ 3 സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3 ലോയും എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. പ്ലാനറ്ററി മോഷനുമായിട്ട്, അതായത് പ്ലാനറ്റ്സിന്റെ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. ആ പ്ലാനറ്റ്സിന്റെ ഓർബിറ്റ് എങ്ങനെയായിരിക്കും, അതിന്റെ പാത്ത് എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ലോ, അതായത് ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ലോ ഓഫ് ഓർബിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ പാത്തിലായിരിക്കും. പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരു എലിപ്റ്റിക്കൽ പാത്തിലായിരിക്കും. എലിപ്സ് എന്താണെന്ന് നമുക്കറിയാം. എലിപ്സിന് 2 ഫോക്കസുകൾ ഉണ്ടായിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, 2 ഫോക്കസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ എലിപ്സിന് ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്, ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 2 ഫോക്കസുകളിൽ നമുക്ക് എലിപ്സിനെ കുറിച്ച് ഒന്ന് പറയാം. ഒരു എലിപ്സ് എന്ന് പറയുന്നത് നമുക്ക് സർക്കിളിന് സെന്റർ ഉള്ളത് പോലെ ഒരു എലിപ്സിന് എത്ര ഫോക്കസുകൾ കാണും, 2 ഫോക്കസുകൾ കാണും. F1 F2 എന്ന് പറയുന്ന 2 ഫോക്കസുകൾ അഥവാ ഫോസൈസ് ഉണ്ടായിരിക്കും. ഫോസൈ കാണും. ഓക്കെ ആണല്ലോ. ഈ ഫോക്കസുകളെ കണക്ട് ചെയ്ത് നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. ഈ ലാർജ് ലൈനെ നമ്മൾ എന്തെന്ന് വിളിക്കും, മേജർ ആക്സിസ് എന്ന് വിളിക്കും. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് കറക്റ്റ് സെന്ററിൽ വരയ്ക്കുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് മൈനർ ആക്സിസ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ ഈ ഡിസ്റ്റൻസിനെ എ കൊണ്ടും ഈ ഡിസ്റ്റൻസിനെ ബി കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ മേജർ ആക്സിസിന്റെ പകുതിയാണ് എ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എ സെമി മേജർ ആക്സിസ് എന്ന് പറയും. മൈനർ ആക്സിസിന്റെ പകുതിയാണ് ബി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സെമി മൈനർ ആക്സിസ് എന്ന് പറയും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതോടെ നിൽക്കട്ടെ, നമുക്ക് വേണ്ടി വരും. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു, എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണെന്ന് പറഞ്ഞു. അതിന്റെ പാത്ത് എലിപ്റ്റിക്കൽ ആണെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ പ്രത്യേകതയും കൂടെ ഉണ്ട്. സണ്ണിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സണ്ണിന് ചുറ്റുമാണ് ആര് റിവോൾവ് ചെയ്യുന്നത്, പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത്. ഈ സണ്ണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ 2 ഫോക്കസിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഒന്നുകിൽ ഈ ഫോക്കസിലായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും. ഇതിനെയാണ് എന്ന് വിളിക്കുക ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറയുക. അപ്പോൾ അവിടെ 2 പോയിന്റുകളാണ് ഉള്ളത്. ഒന്ന്, പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് എന്ത് പാത്തായിരിക്കും, എലിപ്റ്റിക്കൽ പാത്തായിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, ആ എലിപ്റ്റിക്കൽ പാത്തിന്റെ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും ആര് വരിക, സൺ വരിക. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയാം, planets revolve around the sun in an elliptical orbit. Planets revolves around the sun in an elliptical orbit with sun is at one of its foci. With the sun is at one of its foci. Sun എന്ന് പറയുന്നത് ആ 2 ഫോക്കസുകളിൽ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ലോ ഓഫ് ഓർബിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ലോ എന്ന് വിളിക്കുക. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എക്സാം ചോദിച്ചാൽ എഴുതുക. സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയാം. എന്താണ്, every planet revolves around the sun in an elliptical orbit
വിത്ത് സൺ ഈസ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോസൈ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. രണ്ടാമത്തെ ടോപ്പിക് എന്താണ്? സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഏരിയ. സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഏരിയ നമുക്ക് എന്താണെന്ന് നോക്കാം. സപ്പോസ് ഇതാണ് സണ്ണിന്റെ പൊസിഷൻ എന്ന് വിചാരിക്കുക. സണ്ണിന്റെ പൊസിഷൻ ഇവിടെ ആണെന്ന് വിചാരിക്കാം. അപ്പോ ഒരു പ്ലാനറ്റ് ഇവിടെ നിൽക്കുന്നു എന്ന് കരുതുക. എ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ഇവിടെ നിൽക്കുകയായിരുന്നു എന്ന് കരുതാം. അപ്പോ ഈ എ എന്ന് പറയുന്ന പ്ലാനറ്റ് സണ്ണുമായി തമ്മിൽ ഒരു ലൈൻ ഞാൻ വരയ്ക്കുകയാണ്, സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ. ഈ എ എന്ന് പറയുന്ന പ്ലാനറ്റ് കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് ട്രാവൽ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അപ്പൊ അത് എയിൽ നിന്ന് ട്രാവൽ ചെയ്താൽ ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. അതായത് എവിടെ എത്തുന്നു എന്ന് കരുതുക? ബിയിൽ എത്തുന്നു എന്ന് കരുതുക. അപ്പൊ എയിലായിരുന്നു പ്ലാനറ്റ്. എയിൽ നിന്ന് ആ പ്ലാനറ്റ് ട്രാവൽ ചെയ്ത് എവിടെ എത്തുന്നു? ബിയിൽ എത്തുന്നു. അതിനെടുത്ത സമയം എന്ന് പറയുന്നത് ഡെൽറ്റ ടി ആണെന്ന് കരുതാം. ഒരു പർട്ടിക്കുലർ ടൈം, ഒരു മണിക്കൂറോ 2 മണിക്കൂറോ സപ്പോസ് എന്ന് പറയുന്നു ഡെൽറ്റ ടി എന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ ലൈൻ ദാ ഇങ്ങനായി. ഓക്കെ ആണല്ലോ. അപ്പൊ ദാ ഇവിടെ ഒരു ഏരിയ ഉണ്ടായി. ഇതല്ല ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണേ. വീണ്ടും പ്ലാനറ്റ് ട്രാവൽ ചെയ്തു. ദാ ഇവിടെ എത്തി എന്ന് കരുതുക. ഏതെങ്കിലും ഒരു പോയിന്റ്, ഇഷ്ടമുള്ള പോയിന്റ് എടുത്തുള്ള എ ഡാഷ്. അവിടെ ഞാൻ ഇതുപോലെ ലൈൻ വരച്ചു. ഇനി ഈ എ ഡാഷ് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് വീണ്ടും ഞാൻ ഇവിടെ എത്ര സമയമാണോ എടുത്തത് അതേ സമയം തന്നെ കൺസിഡർ ചെയ്യുന്നു ഡെൽറ്റ ടി. ഇവിടെ 2 മണിക്കൂർ എന്നാണ് എടുത്തെങ്കിൽ ഇവിടെ 2 മണിക്കൂർ, ഇവിടെ 2 ദിവസം എന്നാണ് എടുത്തെങ്കിൽ ഇവിടെ 2 ദിവസം. ഓക്കെ ആണല്ലോ. വെറുതെ പറഞ്ഞാണ് ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു സമയം എടുക്കുന്നത്. അപ്പൊ ഇത് ട്രാവൽ ചെയ്തായി ബി ഡാഷിലെത്തി എന്ന് കരുതുക. ഓക്കെ ആണല്ലോ. ഡെൽറ്റ ടി സമയം കൊണ്ട് ബി ഡാഷിലെത്തി. അവിടുത്തെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. അങ്ങനെ ആണെങ്കിൽ ഈ രണ്ട് ഏരിയയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സെയിം ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദ ലൈൻ ജോയിനിങ് സൺ ടു പ്ലാനറ്റ്. സണ്ണിൽ നിന്ന് പ്ലാനറ്റിലേക്ക്, എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന എല്ലാം പ്ലാനറ്റിന്റെ പൊസിഷൻസ് ആണ്. സണ്ണിൽ നിന്ന് പ്ലാനറ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ. ദ ലൈൻ ജോയിനിങ് സൺ ടു പ്ലാനറ്റ് കവേഴ്സ് അല്ലെങ്കിൽ സ്വീപ്സ് ഔട്ട്. കവേഴ്സ് അല്ലെങ്കിൽ സ്വീപ്സ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. കവേഴ്സ് അല്ലെങ്കിൽ സ്വീപ്സ് ഏത് ഉപയോഗിച്ചാലും മതി. കവേഴ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ഇന്റർവെല്ലിൽ അത് കവർ ചെയ്യപ്പെടുന്ന ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? ദ ലൈൻ ജോയിനിങ് ഫ്രം സൺ ടു പ്ലാനറ്റ് കവേഴ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഏരിയ. എന്ന് പറഞ്ഞതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. പ്ലാനറ്റ് സണ്ണിന് അടുത്തായിരിക്കുമ്പോൾ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യും. പ്ലാനറ്റ് സണ്ണിൽ നിന്ന് അകലെ ആയിരിക്കുമ്പോൾ അതിന്റെ സ്പീഡ് ചെറുതായിട്ടൊന്ന് കുറയും. അങ്ങനെയാണ് സംഭവിക്കാറ്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. എന്താണ് ഡെഫിനിഷൻ പറഞ്ഞത്? ദ ലൈൻ ജോയിനിങ് ഫ്രം സൺ ടു പ്ലാനറ്റ് കവേഴ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ വേറൊരു പേരും കൂടെ പറയും. വേറൊരു പേരല്ല, ഒരു എളുപ്പ വഴിയിൽ പറയും. ദ ഏരിയൽ വെലോസിറ്റി. ഏരിയൽ velocity of a planet is a constant. Aerial velocity of planet is constant എന്നും പറയാറുണ്ട്. എന്താണ്? ഏരിയൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. അതിനാണ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും ഓർമ്മ വന്നില്ലെങ്കിൽ ഇതാ സെക്കൻഡ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the aerial velocity of a planet is constant. And the third one, അപ്പൊ രണ്ടാമത്തത് കഴിഞ്ഞു. തേർഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് പീരീഡ്. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പീരീഡുമായി സംബന്ധിക്കുന്ന കാര്യമാണ്. എന്താണ് പീരീഡ്? നമുക്കറിയാം. എന്താണ്? ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യാൻ പ്ലാനറ്റ് ഇവിടെ ആയിരുന്നു, ഇവിടുന്ന് റിവോൾവ് ചെയ്ത് ഇവിടെ വരാൻ എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ വിളിക്കാറ് പീരീഡ് എന്ന് വിളിക്കാറ്. അപ്പൊ ലോ ഓഫ് പീരീഡ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ദ സ്ക്വയർ ഓഫ് ടൈം പീരീഡ്, അതായത് അതിനെടുക്കുന്ന സമയത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. സെമി മേജർ ആക്സിസിന്റെ, നേരത്തെ പറഞ്ഞു മേജർ ആക്സിസിന്റെ പകുതി, അതാണ് സെമി മേജർ ആക്സിസ്. ആ സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എന്താണ്? ദി സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. അപ്പൊ മൂന്നാമത്തെ ലോ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എന്താണ്? ദി സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. അപ്പൊ ഇതാണ് കെപ്ലേസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എഴുതുക. ഒപ്പം ഏതാണ് കെപ്ലേസ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഏരിയയുടെ ഡെറിവേഷൻ കൂടെ നോക്കി വെച്ചിരിക്കുക. ചിലപ്പോൾ എക്സാം ചോദിച്ചേക്കാം. വളരെ എളുപ്പമാണ്, സിമ്പിൾ ഡെറിവേഷൻ ആണ്. അപ്പൊ തൽക്കാലം നമ്മൾ അത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതായിട്ട് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അഥവാ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ബേസിക്, ഈ ചാപ്റ്ററിന്റെ ബേസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സജസ്റ്റ് ചെയ്തത് ന്യൂട്ടൺ ആണെന്നൊക്കെ നമുക്കറിയാം. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് നമ്മൾ ഒരു രണ്ട് ബോഡീസ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഇതൊരു ബോഡി, ഇതിന്റെ മാസ് m1 ആണെന്ന് കരുതുക. ഒരു ബോഡി എടുക്കുന്നു, അതിന്റെ മാസ് എത്ര ആണെന്ന് കരുതുക? m1.
രണ്ടാമത് മറ്റൊരു ബോഡി ഞാൻ കൺസിഡർ ചെയ്യുന്നു, അതിന്റെ മാസ് എത്രയാണെന്ന് കരുതുക, m2 ആണെന്ന് കരുതുക. ഒന്നാമത്തെ ബോഡിയുടെ സെന്റർ മുതൽ രണ്ടാമത്തെ ബോഡിയുടെ സെന്റർ വരെ, ഒന്നാമത്തെ ബോഡിയുടെ സെന്റർ മുതൽ രണ്ടാമത്തെ ബോഡിയുടെ സെന്റർ വരെ. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, ബോഡിയുടെ സർഫസ് ടു സർഫസ് അല്ല, ഒന്നാമത്തെ ബോഡിയുടെ സെന്റർ മുതൽ രണ്ടാമത്തെ ബോഡിയുടെ സെന്റർ വരെയുള്ള അകലത്തിന് ഞാൻ എത്ര ആയിട്ട് എടുക്കുന്നു, 6 ആയിട്ട് എടുക്കുന്നു എന്ന് കരുതുക. അപ്പൊ ഒന്നാമത്തെ ബോഡി m1, രണ്ടാമത്തെ ബോഡി m2 തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. ദാറ്റ് മീൻസ് ഫ്രം വൺ സെന്റർ ടു അതർ സെന്റർ. ഒന്നാമത്തെ ബോഡിയുടെ സെന്റർ തൊട്ട് രണ്ടാമത്തെ ബോഡിയുടെ സെന്റർ വരെയുള്ള അകലമാണ് എത്ര എന്ന് പറയുന്നത്, 6 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെ ആണ് എങ്കിൽ ഈ രണ്ട് ബോഡീസ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും എന്നാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്. ഈ രണ്ട് ബോഡികൾ തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെ ഉണ്ടാകുന്ന അട്രാക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്, the force of attraction is directly proportional to the product of masses. മാസുകളുടെ പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. and force is directly proportional to 1 by r square. അല്ലെങ്കിൽ എങ്ങനെ പറയാം, force is inversely proportional to square of the distance. force is inversely proportional to square of the distance. അപ്പൊ രണ്ട് പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. 3 പോയിന്റുകൾ എന്തൊക്കെയാണ്, ഒന്ന് എല്ലാ ഒബ്ജക്റ്റുകളും തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണും. രണ്ടാമത്തെ പോയിന്റ്, ആ ഫോഴ്സ് എന്ന് പറയുന്നത് മാസുകളുടെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ പറയാം, the universal law of gravitation states that every objects in the universe attract each other. Every objects in the universe attract each other with a force which is directly proportional to the product of masses and inversely proportional to the square of the distance between them. എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്ന ഡെഫിനിഷൻ ആണ്. അപ്പൊ നമുക്ക് ഇന്ന് ചേർത്ത് എഴുതാം, F proportional to m1 m2 divided by r square. F proportional to m1 m2 by r square. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഉപയോഗിക്കും. നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്നു, F is equal to g m1 m2 by r square. F is equal to g m1 m2 by r square. ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. where g is a gravitational constant and its value is g is equal to 6.67 into 10 raised to minus 11 Newton meter square per kilogram square ആയിരിക്കും. ഇതിന്റെ വാല്യൂ എത്ര ആയിരിക്കും, 6.67 into 10 raised to minus 11 Newton meter square per kilogram square. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സൽ എവിടെ പോയാലും അതിന്റെ വാല്യൂ മാറില്ല, അതിന്റെ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. നമ്മൾ ഗ്യാസ് കോൺസ്റ്റന്റ് പഠിച്ചിട്ടുണ്ട്, അതിന്റെ വാല്യൂ 8.314 ആണ്, എല്ലായിടത്തും സെയിം ആണ്. അതുപോലെ ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ് ആരെന്ന് പറയുന്നത്, ജി എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് കാൾഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പ്രോബ്ലംസ് ഒന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. തൊട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് പ്രോബ്ലംസ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ അതിന്റെ തിയറി പാർട്ട് മാത്രമാണ് പറഞ്ഞുകൊണ്ട് പ്രോബ്ലംസ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. എളുപ്പമാണ്, നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടീസ് തന്നെയാണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയതുകൊണ്ട് മാത്രം തന്നതാണ്. എന്തൊക്കെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചാൽ, ഒന്നെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും, അട്രാക്റ്റീവ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും ആരെന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഏതാണ്, ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുപോലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റർവീനിങ് മീഡിയം. അതായത് ഇടയിലുള്ള മീഡിയത്തിന് എന്ത് ചെയ്യാറില്ല, ഡിപ്പെൻഡ് ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് മാസസിന് ഞാൻ എയറിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വെച്ചിരിക്കുന്നു എന്ന് കരുതാം. അവയ്ക്കിടയിലുണ്ടാകുന്ന ഫോഴ്സും ഇതേ മാസസിന് ഞാനിപ്പോൾ എടുത്ത് വെള്ളത്തിനകത്ത് വാട്ടറിന് അടിയിൽ വെച്ചിരുന്നാൽ അതേ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെങ്കിൽ അവയ്ക്കിടയിലുണ്ടാകുന്ന ഫോഴ്സും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇടയിൽ വരുന്ന മീഡിയവും ആരും തമ്മിൽ ബന്ധമില്ല, നമ്മുടെ ഫോഴ്സും തമ്മിൽ ബന്ധമില്ല. അടുത്തത് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റർവീനിങ് മീഡിയം. നെക്സ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അതർ ബോഡീസ്. അതായത് ഇവിടെ തമ്മിലുള്ള ഫോഴ്സ്,
ഇതൊരു ബോഡി, ഇത് മറ്റൊരു ബോഡി. ഈ രണ്ട് ബോഡീസ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സിലുള്ള വേറെ ഒരു ഒബ്ജക്റ്റിന്റെ പ്രസൻസിനോ ആബ്സെൻസിനോ എന്ത് ചെയ്യാറില്ല, ഡിപ്പെൻഡ് ചെയ്യാറില്ല. വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റിന്റെ അകത്ത് ഉണ്ടെങ്കിലും ഇതിനകത്ത് ഇല്ലെങ്കിലും ഇവയ്ക്കുള്ള ഫോഴ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. എന്ത് ഫോഴ്സ് ആയിരിക്കും, കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് അറിയാം, എന്താണ്, വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്നാണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് പാത്തിന് എന്താണ്, ഇൻഡിപെൻഡന്റ് ആണ്. ആ ഫോഴ്സ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. then obeys superposition principle. Superposition principle എന്ത് ചെയ്യപ്പെടും, ഒബേ ചെയ്യപ്പെടും. ആൻഡ് obeys ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടന്റെ തേർഡ് ലോ എന്ത് ചെയ്യപ്പെടും, ഒബേ ചെയ്യപ്പെടും. ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് സെൻട്രൽ ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് പ്രോപ്പർട്ടീസ് എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊന്നും അല്ല, പക്ഷേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒന്നായതുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നായതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതോടെ നോക്കി വെച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആ പേരിനകത്ത് എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന എന്ത്, ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് ആദ്യം എർത്തിന്റെ കേസ് എടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഒരു എർത്ത് കൺസിഡർ ചെയ്യാണ്, നമ്മുടെ എർത്ത് ആണെന്ന് കരുതുക. ഓക്കെ ആണല്ലോ, ഇത് എർത്ത് ആണ്. എർത്തിന്റെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണെന്ന് കരുതുക. എർത്തിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കരുതുക, ക്യാപിറ്റൽ എം ആണെന്ന് കരുതുക. അപ്പൊ നമ്മുടെ എർത്തിന്റെ സർഫസിന് മുകളിലായിട്ട് ഞാൻ ഒരു ഒബ്ജക്റ്റിനെ വെക്കുന്നു എന്നിരിക്കുക. ഇവിടെ ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ടെന്ന് ഇരിക്കുക, എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ്. ഇത് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് കരുതാം. ഓക്കെ ആണല്ലോ. അപ്പം എർത്തിന്റെ സർഫസിൽ ഒരു എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഈ ഒബ്ജക്റ്റിനെ നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ കിട്ടാനുള്ള കാരണം എന്താണ്, എർത്ത് കൊടുക്കുന്ന ഫോഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അതിന് എന്ത് കിട്ടുന്നു, ഒരു ആക്സിലറേഷൻ കിട്ടുന്നു. ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ ഈസ് കാൾഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ആക്സിലറേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോ ഈ മാസും എർത്തും തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. എന്താണ്, എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. നമുക്ക് ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോഡിയുടെ മാസ്. ഒന്നാമത്തെ ബോഡി ഏതാണ്, എർത്ത് ആണ്. എർത്തിന്റെ മാസ് എത്രയാണ്, ക്യാപിറ്റൽ എം എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. രണ്ടാമത്തെ ബോഡിയുടെ മാസ് സ്മാൾ എം ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. നമുക്ക് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്താണെന്ന് അറിയാം. സെന്റർ മുതൽ ഇവിടെ വരെയുള്ള അകലത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള അകലം എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ആണ്. അതിന്റെ കൂടെ ഒരു ചെറിയ ഡിസ്റ്റൻസും കൂടെ വരുന്നുണ്ട്. ഇനി റേഡിയസ് ഓഫ് എർത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ ആർ എന്ന് പറഞ്ഞത് ഏകദേശം നമ്മൾ പ്രോബ്ലത്തിലേക്ക് ഉപയോഗിക്കുന്നത് 6400 കിലോമീറ്റർ എന്നാണ്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂ ഇതാണ്. ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 6.37 into 10⁻⁶ മീറ്റർ ആണ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വലിയൊരു വാല്യൂ ആണ് എർത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു മീറ്റർ ഹൈറ്റിലേക്കാണ് വെച്ചിരിക്കുന്നതെന്ന് കരുതുക. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ആവും 6400 കിലോമീറ്റർ പ്ലസ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 6400.001 കിലോമീറ്റർ എന്നാണ്. അപ്പൊ 6400 കിലോമീറ്ററും 6400 പ്ലസ് 1 എന്ന് പറയുന്നത് പ്ലസ് 1 മീറ്റർ എന്ന് പറയുന്നത് തമ്മിൽ എന്തില്ല, വലിയ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് എത്ര ആയിട്ട് തന്നെ എടുക്കാം, 6 ആയിട്ട് തന്നെ എടുക്കാം. ദെൻ എത്ര ആയിട്ട് എടുക്കുന്നു, ആർ സ്ക്വയർ ആയിട്ട് എടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇത് വളരെ ഉയരത്തിലാണ് എങ്കിൽ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്, അത് നമ്മൾ പിന്നീട് പറയും. തൽക്കാലം നമ്മൾ എർത്തിനോട് ചേർന്നിരിക്കുന്ന പോർഷൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പൊ തമ്മിലുള്ള ഫോഴ്സ് ഇതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ജനറലി അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓൾസോ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ ഈ ഒബ്ജക്റ്റ് താഴേക്ക് വരുമ്പോൾ ഒരു ആക്സിലറേഷൻ കിട്ടും. ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ ഈസ് ഡ്യൂ ടു ആര് കാരണമാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ്. അതിനെയാണ് നമ്മൾ ഇതെന്ന് വിളിച്ചത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജി എന്ന് വിളിച്ചത്. അപ്പൊ നമുക്ക് അതിന് പകരം എന്ത് കൊടുക്കാം, ജി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് എം ജി, അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിനൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എം ജി ഇസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഈ എമ്മും ഈ എമ്മും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടും ജി ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് എന്ന് പറയുന്നത് എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്കിത് ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജിയുടെ വാല്യൂ നമുക്കറിയാം 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ എന്താണ്, കിലോഗ്രാം സ്ക്വയർ ആണ്. ദിസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത് ആണ്. എർത്തിന്റെ മാസ് നമുക്കറിയാം 5.98 into 10⁻24 കിലോഗ്രാം ആണ്. വേണമെങ്കിൽ നമുക്ക് 6 into 10⁻24 എന്ന് പറയാം. റേഡിയസ് ഓഫ് എർത്ത് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞു 6.37 into 10⁻⁷
6 മീറ്റർ ആണ്. ഈ 3 വാല്യൂസ് നമുക്കറിയാം കോൺസ്റ്റൻസ് ആണ്. അപ്പൊ ഈ 3 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആരുടെ വാല്യൂ കിട്ടും? ജിയുടെ വാല്യൂ കിട്ടും. ആൻഡ് ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ജി ഇസ് ഈക്വൽ ടു ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷനകത്ത് ഒരിടത്തും നമ്മൾ എടുക്കുന്ന ബോഡിയുടെ മാസ് വരുന്നില്ല. നമ്മൾ ചൂസ് ചെയ്യുന്ന ബോഡിയുടെ മാസ് വരുന്നില്ല. അപ്പൊ നമ്മൾ ഒരു ആനയെ എടുത്ത് താഴേക്ക് ഇട്ടാലും ഒരു ഉറുമ്പിനെ എടുത്ത് താഴോട്ട് ഇട്ടാലും ആനയും ഉറുമ്പും താഴോട്ട് വരുന്ന ആക്സിലറേഷൻ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഓക്കെ ആണോ? ആന ഉറുമ്പ് താഴോട്ട് വരുന്ന ആക്സിലറേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മാസിന് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിതൊരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞെങ്കിലും എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അത് വേരി ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ സാധാരണ ചൂസ് ചെയ്യുന്ന എത്ര ആയിട്ടാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ടാണ്. അതുപോലെ അതിന്റെ പ്രത്യേകതയാണ് ജി ഇസ് ഈക്വൽ എത്രയാണ്? gm/r² എന്നാണ് ഇക്വേഷൻ. ദെയർഫോർ അവിടെ എന്തില്ല? ഒബ്ജക്റ്റിന്റെ മാസ് വരുന്നില്ല, ബോഡിയുടെ മാസ് വരുന്നില്ല. അപ്പൊ എല്ലാ ബോഡീസിനും ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി നമ്മൾ എർത്തിന്റെ അല്ല വേറൊരു പ്ലാനറ്റിന്റെ ആണ് ചെയ്യുന്നതെങ്കിൽ വളരെ പാടൊന്നുമില്ല. ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. ജി ഇസ് ഈക്വൽ ടു gm/r/p². എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mp മീൻസ് മാസ് ഓഫ് പ്ലാനറ്റ് എന്നാണ്. മാസ് ഓഫ് പ്ലാനറ്റ്, നമ്മൾ എടുക്കുന്ന പ്ലാനറ്റ് ഏതാണോ ആ പ്ലാനറ്റിന്റെ മാസ്. ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് പ്ലാനറ്റ്. നമ്മൾ എടുക്കുന്ന പ്ലാനറ്റ് ഏതാണോ ആ പ്ലാനറ്റിന്റെ എന്തും റേഡിയസും ആണ്. ഇപ്പൊ പ്ലാനറ്റ് തന്നെ വേണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഒരു സാറ്റലൈറ്റ് ആയിട്ടുള്ള മൂണിനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ മൂണിന്റെ മാസും മൂണിന്റെ റേഡിയസും എടുത്താൽ മതി. ജൂപ്പിറ്ററിന്റെ മാസും ജൂപ്പിറ്ററിന്റെ റേഡിയസും എടുത്താൽ എന്ത് കിട്ടും? ജൂപ്പിറ്റർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടും. അപ്പൊ ഓരോ സ്ഥലത്തെയും ഓരോ സിറ്റുവേഷനിലെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അതാത് സിറ്റുവേഷന്റെ മാസും അതാത് സിറ്റുവേഷൻ എന്ത് ഉപയോഗിച്ചാൽ മതി? റേഡിയസും യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിനുണ്ടാവുന്ന വേരിയേഷൻ എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ അടുത്ത വേരിയേഷനിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ? നമ്മൾ കുറച്ച് സ്പീഡായിട്ടാണ് പറഞ്ഞു പോകുന്നത്. വേറെ ഒന്നുമില്ല, റിവിഷൻ ക്ലാസ് ആണ്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും ഈ കാര്യങ്ങൾ. ഇതല്ലാണ്ട് പുതുതായിട്ടുള്ള പ്ലസ് വൺ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അതായത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലാതെ പുതുതായിട്ട് പ്ലസ് വൺ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും, പാർട്ട് ബൈ പാർട്ട് ആയിട്ട്. അപ്പൊ തൽക്കാലം നമ്മളിത് റിവിഷൻ വേണ്ടി മാത്രം ഇടുന്ന വീഡിയോ ആണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും? അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് പറഞ്ഞു. പക്ഷെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ്. 9.8 നമ്മൾ പറഞ്ഞുവെങ്കിൽ അതിന്റെ ഒപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലായ്പ്പോഴും എന്തായിട്ട് നിൽക്കണമെന്നില്ല, കോൺസ്റ്റന്റ് ആയിരിക്കില്ല, അത് വേരി ചെയ്യും. ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഉണ്ടാവുന്ന വേരിയേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം വേരിയേഷൻ ഓഫ് ജി, വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. 3 കാരണങ്ങൾ, കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 4 ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു 3 കാരണങ്ങളെ പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ തൽക്കാലം 3 ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 3 കാര്യങ്ങൾ കൊണ്ടാണ് ആ വേരിയേഷൻ ഓഫ് ജിക്ക് എന്തുണ്ടാവുന്നത്? വേരിയേഷൻ ഉണ്ടാവുന്നത്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ഷേപ്പ് ഓഫ് എർത്ത്. നമ്മുടെ എർത്തിന്റെ ഷേപ്പ് കാരണം, ഷേപ്പ് ഓഫ് എർത്ത്, എർത്തിന്റെ ഷേപ്പ് കാരണം എന്തുണ്ടാവും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരി ചെയ്യും. രണ്ടാമത്തത് വേരിയേഷൻ ഡ്യൂ ടു ഹൈറ്റ്, ഹൈറ്റ് കൂടുമ്പോൾ ഹൈറ്റിന് വേരിയേഷൻ ഉണ്ടാവുന്നത് കാരണം വേരിയേഷൻ ഉണ്ടാവും. മൂന്നാമത്തത് ഡെപ്ത്, ഡെപ്തിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരി ചെയ്യും. ഒന്നും കൂടെ ഉണ്ട്, റൊട്ടേഷൻ ഓഫ് എർത്തും കൂടെ ഉണ്ട്. നമുക്കത് വേണമെന്നില്ല. വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് റൊട്ടേഷൻ ഓഫ് എർത്ത് വേണം, അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവണമെന്നുണ്ട് എങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും റൊട്ടേഷൻ ഓഫ് എർത്തിനകത്ത് എങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാവുന്നത് വീഡിയോ ക്ലാസ് ആയിട്ട് ഇട്ടുതരാം. സാധാരണ ടെക്സ്റ്റിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ടോപ്പിക്ക് പറയുന്നില്ല. ബാക്കി 3 ടോപ്പിക്കുകളെ പറയുന്നുള്ളൂ. ഏതാണ്? ഷേപ്പ് ഓഫ് എർത്ത്, ഹൈറ്റ് ആൻഡ് ഡെപ്ത്. ഇത് വേണമെന്നുണ്ട് എങ്കിൽ, റൊട്ടേഷൻ ഓഫ് എർത്ത് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഉറപ്പായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് റൊട്ടേഷൻ ഓഫ് എർത്തിന്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് പോവാണ്. ഏതാണ്? ഷേപ്പ് ഓഫ് എർത്ത്, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഷേപ്പ് ഓഫ് എർത്ത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കാണ് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഷേപ്പ് ഓഫ് എർത്ത്. എർത്തിന്റെ ഷേപ്പിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഉണ്ടാവുന്ന വേരിയേഷൻ എന്താണെന്നാണ്. അപ്പൊ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എഴുതിയായിരുന്നു. ജി ഇസ് ഈക്വൽ ടു എന്താണ്? gm ഡിവൈഡഡ് ബൈ r², gm ഡിവൈഡഡ് ബൈ r². വേറെ r എന്ന് പറഞ്ഞാൽ എന്തെന്നാ പറഞ്ഞേ? റേഡിയസ് ഓഫ് എർത്ത് എന്നാ പറഞ്ഞത്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, എർത്ത് ഒരു സ്പിയർ ആയിരുന്നുവെങ്കിൽ, സ്പെറിക്കൽ ഷേപ്പ് ആയിരുന്നുവെങ്കിൽ അതിന്റെ റേഡിയസ് മാറില്ലായിരുന്നു. പക്ഷെ നമുക്കറിയാം എർത്ത് എന്ന് പറയുന്നത് എന്തല്ല? സ്പിയർ അല്ല, സ്പെറിക്കൽ ഷേപ്പ് അല്ല. അപ്പൊ ഒന്നുള്ളത് അപ്രോക്സിമേറ്റ് ചെയ്താണ് റേഡിയസ് ആർ നിർത്തേക്കുന്നത്. അപ്പൊ എല്ലായ്പ്പോഴും ആർ എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. അതായത് എർത്തിന്റെ എല്ലാ പോർഷനിലെയും ആറിന്റെ വാല്യൂ എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. ആറിന്റെ വാല്യൂ മാറും. അപ്പൊ നമുക്ക് നോക്കാം. ജിയും എമ്മും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം ജി പ്രപ്പോർഷണൽ ടു എന്താണ്? 1/r². അതായത് റേഡിയസ് കൂടിയെടുത്ത് ജി കുറവായിരിക്കും,
റേഡിയസ് കുറഞ്ഞ സ്ഥലത്ത് ജി എന്തായിരിക്കും കൂടുതലായിരിക്കും. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ നേരെ എർത്തിന്റെ ഷേപ്പ് എടുക്കുന്നു. എർത്തിന്റെ ഷേപ്പ് നമുക്കറിയാം എന്താണ്, അതിന്റെ ഇക്വിറ്റോറിയൽ റീജിയൻസ് ഫ്ലാറ്റ് എൻഡും ഇത് സെന്റർ ആണെന്ന് കരുതുക. ഇതാണ് അതിന്റെ ഇക്വേറ്റർ. ഇക്വിറ്റോറിയൽ റീജിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കുറച്ച് ബൾജ്ഡ് ഔട്ടും പോളാർ റീജിയൻസ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഇക്വിറ്റോറിയൽ റീജിയനിലേക്കുള്ള അകലം കൂടുതലും പോളാർ റീജിയനിലേക്കുള്ള അകലം എന്തുമാണ്, കുറവുമായിരിക്കും. ഓക്കെ ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇക്വിറ്റോറിയലിലേക്കുള്ള റേഡിയസിനെ ഞാൻ ആർ ഇ എന്ന് എടുക്കുന്നു, പോൾസിലേക്കുള്ള റേഡിയസിനെ ഞാൻ ആർ പി എന്ന് എടുക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടുന്ന് കണ്ടീഷൻ പറയാം. എന്താണ് കാര്യം, ഇക്വിറ്റോറിയൽ റേഡിയസ് ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്, പോളാർ റേഡിയസ്. ഇക്വിറ്റോറിയൽ റേഡിയസ് എന്ന് പറയുന്നത് പോളാർ റേഡിയസിനേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് പോൾസിലേക്കുള്ള അകലം കുറവും ഇക്വേറ്ററിലേക്കുള്ള അകലം എന്തുമാണ്, കൂടുതലുമാണ്. അകലം കൂടുമ്പോൾ റേഡിയസ് കൂടുമ്പോൾ ജി എന്ത് ചെയ്യണം, കുറയണം. അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പോൾസ്. അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതൽ എവിടെ ആയിരിക്കും, പോൾസിലും, കുറവ് എവിടെ ആയിരിക്കും, ഇക്വേറ്ററിലും ആയിരിക്കും. അപ്പോൾ പോൾസും ഇക്വേറ്ററും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും, കുറവും, ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തുമായിരിക്കും, കൂടുതലുമായിരിക്കും. പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. എർത്ത് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ഫിയർ. ഇറ്റ്സ് ഇക്വിറ്റോറിയൽ റീജിയൻസ് ആർ ബൾജ്ഡ് ഔട്ട് ആൻഡ് പോളാർ റീജിയൻസ് ആർ ഫ്ലാറ്റൻഡ്. Therefore, the equatorial radius is greater than polar radius and we have എന്താണ് g proportional to 1 by r square. So നമുക്ക് എങ്ങനെ പറയാം, acceleration due to gravity at equator is less than acceleration due to gravity at pole. അപ്പൊ ഇതാണ് വേരിയേഷൻ ഓഫ് g with shape of earth എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വേരിയേഷനിലേക്ക് പോകാം. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളതാണ് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്. ഹൈറ്റിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാവും. നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ആ ഹൈറ്റിനെ നെഗ്ലക്ട് ചെയ്തിട്ടാണ് നേരത്തെ നമ്മൾ ഇക്വേഷൻ എഴുതി എന്താണ്, ജി ഇസ് ഇക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഓൺ ദി സർഫസ് ഓഫ് എർത്ത്, ഓൺ ദി സർഫസ് ഓഫ് എർത്ത്, എർത്തിന്റെ സർഫസിലെ കേസ് ആണ് എടുക്കുന്നത്. സർഫസ് ഓഫ് എർത്ത്, എർത്തിന്റെ സർഫസിൽ ജിയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, ജി ഇസ് ഇക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ജി ഇസ് ഇക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മുടെ എർത്ത് എന്ന് കരുതുക, ഒരു പെർഫെക്റ്റ് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇത് എർത്തിന്റെ സെന്റർ ആണ്, എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, എർത്തിന്റെ റേഡിയസ് ആർ ആണ്. എർത്തിന്റെ സർഫസിലാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സർഫസിൽ നിന്ന് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഒരു കുറച്ച് ഹൈറ്റിലാണെന്ന് ഇരിക്കുക, അതായത് ഇവിടെ എച്ച് ഹൈറ്റിലാണെന്ന് ഇരിക്കുക, നമ്മൾ എച്ചിനെ നെഗ്ലക്ട് ചെയ്യുന്നില്ല. അപ്പൊ എച്ച് ഹൈറ്റിലായിട്ട് ആയിരിക്കുന്നതായിരിക്കുക ഒബ്ജക്റ്റ് ഉണ്ടെന്ന് കരുതുക. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും, അറ്റ് എ ഹൈറ്റ് എച്ച്, ഹൈറ്റ് എച്ച്, നമ്മളൊരു എച്ച് ഹൈറ്റ് എടുക്കുകയാണ്. ദെൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഞാൻ ജി എച്ച് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ജി എച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കുന്നു. നമുക്ക് ഈ രണ്ട് ഇക്വേഷനുകൾ തമ്മിലാണ് എന്ത് ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്. അതായത് ഈ ജി എച്ചിന്റെ വാല്യൂ ഈ ജിയുടെ വാല്യൂ തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ കമ്പയർ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്ത് നോക്കാം. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 എന്ത് വരും, ജി എച്ച് ഡിവൈഡഡ് ബൈ ജി ഇസ് ഈക്വൽ ടു, ജി എച്ചിന്റെ വാല്യൂ എത്രയാണ്, ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ദ ഹോൾ ഡിവൈഡഡ് ബൈ ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഈ ജി എമ്മും ക്യാൻസൽ ആവും, ഈ ആർ സ്ക്വയർ എവിടെ പോകും, ന്യൂമറേറ്ററിൽ പോകും. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടും ജി എച്ച് ബൈ ജി ഇസ് ഈക്വൽ ടു എന്താണ്, ആർ പ്ലസ് എച്ച്, സോറി, ജി എം ബൈ ജി എച്ച് ബൈ ജി ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറയാം. നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ജി എച്ച് ബൈ ജി ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അതിന്റെ ബാലൻസ് ചെയ്യാം. അപ്പൊ നോക്കാം, നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റാണ്. ജി എച്ച് ബൈ ജി ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഞാൻ അതിനെ കോമൺ ആയിട്ട് എഴുതുന്നു, ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ദെൻ ജി എച്ച് ബൈ ജി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, ആർ ഞാൻ അതുപോലെ എഴുതി, ഇവിടുന്ന് ഞാൻ ഒരു ആറിനെ കോമൺ എടുക്കുന്നു. അപ്പൊ നമുക്ക് ആറിനെ കോമൺ എടുത്താല് ഇതല്ലേ ആർ എന്ന് പറയുന്നത്. ഈ ആറിൽ നിന്ന് ഒരു ആറ് പോയി കഴിഞ്ഞാൽ പിന്നുള്ളത് എത്രയാണ്, 1 ആണ്. പ്ലസ് എച്ചിൽ നിന്ന് 6 ഇല്ല, അപ്പൊ ഞാൻ ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് എച്ച് ബൈ ആർ. ഇതിന്റെ സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ. ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയേ, എങ്ങനെ വരും, ആർ ഇൻറ്റു 1 ആർ,
R into H by R H. ഓക്കെ ആണല്ലോ. ഈ ആറും എനിക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ എനിക്ക് ആൻസർ ഇങ്ങനെ വരും, GH by G is equal to 1 divided by 1 plus H by R the whole square. ഓക്കെ ആണല്ലോ. Then GH by G is equal to, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, 1 by x raised to a എന്ന് പറഞ്ഞാൽ എന്താണ്, x raised to minus a. 1 by x raised to a എന്ന് പറഞ്ഞാൽ എന്താണ്, x raised to minus a. അപ്പൊ എന്ത് വരും, 1 plus h by r the whole raised to minus 2. ഓക്കെ ആണല്ലോ. ഇനി a plus b the whole square നമുക്കറിയാം, a plus b the whole cube നമുക്കറിയാം. അപ്പൊ ഇതിന്റെ എല്ലാം നമുക്ക് അറിയാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ -2 ആണ്. അതിന് നമ്മൾ ബൈനോമിയൽ തിയറം പഠിച്ചിട്ടുണ്ട്. a plus b the whole raised to n എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. a plus b the whole raised to n. അപ്പൊ നമുക്ക് ഈ a plus b the whole raised to n വെച്ച് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സോൾവ് ചെയ്യാനൊന്നും പോകണ്ട. സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നമ്മൾ ഇവിടുന്ന് ആൻസർ ഓർത്ത് വെച്ചിരിക്കുക. ആൻസർ ഇത്രയേ ഉള്ളൂ, അതായത് 1 plus h by r the whole raised to -2 എന്ന് പറഞ്ഞാൽ 1 minus 2h by r ആണ്. ഇത് കറക്റ്റ് വാല്യൂ അല്ല, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. എന്ന് പറഞ്ഞാൽ 1 plus h by r the whole raised to -2 നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിനകത്ത് h by r ന്റെ അല്ലെങ്കിൽ h ന്റെ ഹയർ പവേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, നെഗ്ലക്ട് ചെയ്യും. അങ്ങനെ നെഗ്ലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഈ -2 നടുക്കം കൊടുത്താൽ മതി. ഈ -2 എടുത്ത് എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. അപ്പൊ ഇക്വേഷൻ എന്ത് കിട്ടും, GH by G is equal to 1 minus 2h by r. or നമുക്ക് എഴുതാം GH is equal to G into 1 minus 2h by r. ഓക്കെ ആണല്ലോ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി, എന്താണ്, GH is equal to G into 1 minus 2h by r. ഇവിടെ നോക്കുക, h കൂടുമ്പോ ഏതാണ്, h ന്റെ വാല്യൂ കൂടുമ്പോ ഈ 2h by r എന്ന് പറയുന്ന വാല്യൂ വലുതാവും. കാരണം ന്യൂമറേറ്റർ വലുതായി. ഈ 2h by r എന്ന് പറയുന്ന വാല്യൂ വലുതാവുമ്പോൾ 1 minus that value എന്ന് പറഞ്ഞാൽ വീണ്ടും എന്തായിക്കൊണ്ടിരിക്കും, ചെറുതായിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ GH is less than എന്തായിരിക്കും, G ആയിരിക്കും. GH is എന്തായിരിക്കും, less than എന്തായിരിക്കും, G ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യപ്പെടും, കുറയും. ഹൈറ്റ് കൂടുന്നത് കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇത് പ്രോബ്ലം ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക. ഇത് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂവിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഒരു അപ്രോക്സിമേഷൻ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റ് വാല്യൂ അല്ല. അപ്പൊ പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഇക്വേഷൻ ഏതാണ്, ഈ ഇക്വേഷൻ തന്നെയാണ്. ഇതിനകത്തുള്ളതും ഒരേ ക്വാണ്ടിറ്റികൾ തന്നെയാണ്. അപ്പൊ ആ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത് എല്ലാ പ്രോബ്ലംസും എന്ത് വെച്ച് ചെയ്യാം, ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. അപ്പൊ ഏറ്റവും നല്ലത് പ്രോബ്ലം ചെയ്യാൻ ഈ ഇക്വേഷൻ ആണ്. ചില സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ആ ഒരു പ്രോബ്ലം ഉപയോഗിക്കാറുള്ളൂ, ആ ഇക്വേഷൻ ഉപയോഗിക്കാറുള്ളൂ. അത് വെച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിരുന്ന പ്രോബ്ലംസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് വേണം പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ. നമ്മുടെ ഫൈനൽ ആൻസർ ഇതാണ്, GH is equal to G into 1 minus 2h by r. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നേരെ മൂന്നാമത്തെ വേരിയേഷനിലേക്ക് പോകാം. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് വേരിയേഷൻ ഓഫ് G വിത്ത് ഡെപ്ത് ആണ്. ഡെപ്തിനനുസരിച്ച് Gക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാണ്. ഓൺ സർഫസ്, എവിടാണ്, സർഫസിൽ എന്താണ് വാല്യൂ നോക്കുന്നു. ഓൺ സർഫസ് G is equal to എത്രയാണ്, GM divided by r square. അതിന് മാറ്റമൊന്നുമില്ല ഓൺ ദ സർഫസ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് D ഡെപ്തിലാണ് വേണ്ടത്. അപ്പൊ D ഡെപ്തിന്റെ കാര്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക. ഇതാണ് നമ്മുടെ എർത്ത് എന്ന് കരുതുക. ഓക്കെ ആണല്ലോ, ഇതാണ് നമ്മുടെ എർത്ത്. ഈ എർത്തിന്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിനെ എർത്ത് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഈ പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എർത്തിന്റെ സർഫസിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ ഈ കംപ്ലീറ്റ് എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇനി കുറച്ച് താഴേക്ക് കുഴിച്ചു പോയി ഇവിടം വരെ ഇങ്ങനെ കുഴിഞ്ഞു വന്ന് ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ ഇവിടാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്തെ എർത്ത് മാത്രമേ ആരെ അട്രാക്ട് ചെയ്യത്തുള്ളൂ, ആ ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഇക്വേഷനകത്ത് ഡിസ്റ്റൻസ് മാറുന്നതിനോടൊപ്പം എന്തും മാറേണ്ടി വരും, മാസും മാറേണ്ടി വരും. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആരെ അവോയ്ഡ് ചെയ്യണം, മാസിനെ അവോയ്ഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ മാസിനെ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നോക്കിയിരിക്കുക. ഇഫ് റോ ഈസ് ദ ഡെൻസിറ്റി, റോ എന്ന് പറയുന്നത് എന്താണെന്ന് കരുതുക, ഡെൻസിറ്റി ഓഫ് എർത്ത് ആണെന്ന് കരുതുക. എർത്തിന്റെ എന്താണെന്ന് കരുതുക, ഡെൻസിറ്റി ആണെന്ന് കരുതുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമുക്ക് അറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, മാസ് ബൈ വോളിയം, അല്ലെങ്കിൽ മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു എന്ന് നമുക്ക് പറയാം വോളിയം എന്ന് പറയാം.
ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എർത്തിന്റെ മാസ് എഴുതാം. എർത്തിന്റെ ടോട്ടൽ മാസ് എം ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വോളിയം ഓഫ് എർത്ത്. എർത്തിന്റെ റേഡിയസ് എത്രയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് 6. സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ വോളിയം എത്ര ആവും 4/3 പൈ ആർ ക്യൂബ്. അപ്പൊ നമുക്ക് എത്ര എഴുതാം 4/3 പൈ ആർ ക്യൂബ് എന്ന് എഴുതാം. അപ്പൊ മാസിനെ മാറ്റി നമ്മൾ ഓക്കെ ആണല്ലോ. ആ മാസിനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ ജി ഈസ് ഈക്വൽ എത്ര ആയിട്ടും ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുകയാണെങ്കിൽ ജി ഈസ് ഈക്വൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും ജി ഇൻറ്റു എമ്മിന് പകരം റോ 4 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ആർ സ്ക്വയർ. റോ 4 പൈ ആർ സ്ക്വയർ റോ 4 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഇവിടുത്തെ ആർ സ്ക്വയർ ഈ ആർ സ്ക്വയറും ആർ ക്യൂബ് കൂടെ കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ദൂരം 6 വരും. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി എന്താണ് ജി ഇസ് ഈക്വൽ ടു എത്രയാണ് 4/3 ജി റോ 4/3 ജി റോ പൈ ഇൻറ്റു ആർ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദി സർഫസ്. അതായത് എർത്ത് എന്തുമാത്രം ഭാഗത്ത് എർത്താണ് ഫോഴ്സ് കൊടുക്കുന്നത് നോക്കിയാൽ എത്രയാണ് കൊടുക്കുന്നത് 6 ഭാഗത്ത് ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സിറ്റുവേഷനിലേക്ക് പോവാണ്. എന്താണ് അറ്റ് എ ഡെപ്ത് ഡി. ഡി ഡെപ്തിലെ കേസ് പറയാണ്. അറ്റ് എ ഡെപ്ത് ഡി ഓക്കെ ആണല്ലോ. അറ്റ് എ ഡെപ്ത് ഡി. ഡിയുടെ കേസ് വരുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അകലം ഡി ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ബാലൻസ് പോർഷൻ എത്ര ആയിരിക്കും R-D. അപ്പൊ എത്ര ഭാഗത്തെ എർത്ത് ഇനി ഫോഴ്സ് കൊടുക്കൂ R-D പോർഷനിലെ ഫോഴ്സ് എർത്ത് എന്ത് കൊടുക്കത്തുള്ളൂ ഫോഴ്സ് കൊടുക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ആറിന് പകരം എന്ത് കൊടുക്കാം R-D എന്ന് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും GD is equal to 4/3. അതുപോലെ തന്നെ 4/3 ജി മാറില്ല റോ മാറില്ല പൈ മാറില്ല. അപ്പൊ ജി റോ പൈ ഇൻറ്റു R-D which is equation number 3. ഇനി നേരത്തെ ഇതുപോലെ ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 എന്ത് കിട്ടും GD ഡിവൈഡഡ് ബൈ G is equal to എന്താണ് GD ഡിവൈഡഡ് ബൈ G is equal to GD യുടെ വാല്യൂ എത്രയാണ് 4/3 G റോ പൈ ഇൻറ്റു R-D ഡിവൈഡഡ് ബൈ 4/3 G റോ പൈ ഇൻറ്റു ആർ. ഇത് ഇതും കട്ട് ചെയ്യാലോ. ബാലൻസ് എന്ത് വരും GD ഡിവൈഡഡ് ബൈ G is equal to R-D ഡിവൈഡഡ് ബൈ ആർ. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ GD ബൈ G is equal to R/R 1 മൈനസ് D ബൈ ആർ. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് ഇക്വേഷൻ കിട്ടും GD is equal to G into 1 minus D by R. 1 minus D by R. This is the equation. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ അപ്രോക്സിമേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫൈനൽ പ്രോബ്ലം ചെയ്യാൻ ഇത് തന്നെ ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല. GD is equal എന്തായിരിക്കും G into 1 minus D by R. ഓക്കെ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ഓർത്ത് വെച്ചിരിക്കുക അറ്റ് സെന്റർ. എവിടാണ് സെന്ററില് അറ്റ് ദി സെന്റർ. സെന്റർ പോസ്റ്റിലേക്ക് വരുമ്പോൾ ഈ ഡി കൂടി ഡി എന്ന് പറഞ്ഞ എത്ര ആയിട്ട് മാറും 6 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഡി ഇസ് ഈക്വൽ ടു എത്ര എന്ന് കൊടുക്കാം 6 എന്ന് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും ജി ഡി ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ 6 ആയില്ലേ. അപ്പൊ ജി ആർ ഇസ് ഈക്വൽ ടു ദാറ്റ് മീൻസ് അറ്റ് സെന്റർ ജി ഇൻറ്റു 1 മൈനസ് ആർ ബൈ ആർ. ആർ ബൈ ആർ 1 ആണ്. 1 മൈനസ് എത്രയാണ് 0 ആണ്. ദാറ്റ് ഈസ് 0. ദാറ്റ് ഈസ് ജി ആർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അറ്റ് ദി സെന്റർ ഓഫ് ദി എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്ര ആയിരിക്കും 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്. അപ്പൊ നമ്മൾ 3 വേരിയേഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു വേരിയേഷനും കൂടെ ഉണ്ട്. ഏതാണ് വേരിയേഷൻ വിത്ത് റൊട്ടേഷൻ ഓഫ് എർത്ത്. ആ വേരിയേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമൊന്നും അല്ല. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഉറപ്പായിട്ടും അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ട് തരാം. ഇനി ഇതിന്റെ ബാലൻസ് പോർഷൻ ഉണ്ട്. ആ ബാലൻസ് പോർഷൻ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല. തൊട്ട് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം വീഡിയോയുടെ ലെങ്ത് വളരെ വലുതായി പോകുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഇതിന്റെ ബാലൻസ് പോർഷൻ ചെയ്യാം. ദെൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഈ ചാപ്റ്ററിനകത്തെ കംപ്ലീറ്റ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓരോ ചാപ്റ്ററിന്റെയും റിവിഷൻ ക്ലാസ് തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ ചാപ്റ്റർ വൈസ് ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. താങ്ക് യു.